കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ച സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ശക്തി പ്രകടനം ഇറാനിലേക്ക് കാണാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകൂ എന്നുള്ളതാണ്. ഇതോടുകൂടി ഇറാന്റെ ഏറ്റവും വലിയ ആക്രമണ ഭീഷണിയോടുള്ള അമേരിക്കയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന തീവ്രമായ സംഘർഷത്തിനും ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ആക്രമണമെന്ന ഇറാൻ ഭീഷണിക്കും ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായ വാക്കുകളാണ് പ്രതികരിച്ചത്. ഇറാൻ ആക്രമിച്ചാൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശക്തിയോടെ അമേരിക്ക പ്രതികരിക്കുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാൻ just stated that they are going to hit every heart today harder than they have even hit before. They better not do that, however, because if they do, we will hit them with a force that has never been seen before എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനിയുടെ തെരഞ്ഞെടുപ്പിനെയും ഇറാൻ സൈന്യം US സൈനിക വിമാനത്താവളങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയെയും തുടർന്ന് പ്രസിഡന്റ് ട്രംപ് ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇറാനിൽ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഏറ്റവും വലിയ ആക്രമണം അമേരിക്ക നടത്തുമെന്ന് പറയുന്നു. എന്നാൽ അവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ അങ്ങനെ ചെയ്താൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് അമേരിക്കയുടെ വിശ്വരൂപം അവർ കാണേണ്ടി വരുമെന്നും അമേരിക്ക ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അധികാരമേറ്റയുടൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ഓപ്പറേഷൻ അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിന് മറുപടിയായി ട്രംപ് ഇപ്പോൾ നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളം.